മറ്റു വാർത്തകൾ പരിശോധിക്കാം. തിരുവനന്തപുരത്ത് ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ പ്രോസിക്യൂട്ടർ ഗീനകുമാരിക്ക് നോട്ടീസ് അയക്കാതെ ഹൈക്കോടതി. സർക്കാർ നൽകിയ അപ്പീലിൽ പ്രോസിക്യൂട്ടറെ എതിർകക്ഷിയാക്കിയിരുന്നു. 9-ാം പ്രതിക്ക് കോടതി നോട്ടീസ് അയച്ചു. 9-ാം പ്രതിയുടെ ജാമ്യം റദ്ദാക്കാൻ എന്താണ് കാരണമെന്നും 27 ദിവസം കസ്റ്റഡിയിൽ ആയിരുന്നില്ലേ എന്നും കോടതി ചോദിച്ചു. പ്രോസിക്യൂട്ടർ കോടതിയിൽ തെറ്റായ കാര്യങ്ങളാണ് അറിയിച്ചതെന്നും DGP പറഞ്ഞു. അക്രമത്തിൽ പരിക്കേറ്റ ഇഡി ഉദ്യോഗസ്ഥർ നൽകിയ അപ്പീലിലും കോടതി നോട്ടീസ് അയച്ചു. വിശദാംശങ്ങളുമായി ഷബ്ന ചേരുന്നു. ഷബ്ന, വിശദാംശങ്ങൾ. ഇഡിയും പോലീസും ഒരുപോലെയാണ് ഹൈക്കോടതിയിൽ അപ്പീലുമായി സമീപിച്ചത്. ഈ സർക്കാരിൻ്റെ അപ്പീലിൽ പ്രധാനമായും പറയുന്നത് ഈ കേസിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഒത്തുകളിക്കുകയായിരുന്നു, അല്ലെങ്കിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ കൃത്യമായ വിവരങ്ങൾ കോടതിയെ അറിയിക്കാത്ത സാഹചര്യത്തിലാണ് 9-ാം പ്രതിക്ക് ജാമ്യം അനുവദിച്ചത്. ഈ 9-ാം പ്രതിക്ക് ജാമ്യം അനുവദിച്ച നടപടി റദ്ദാക്കണം എന്നൊരാവശ്യമായിരുന്നു സർക്കാരിൻ്റെ അപ്പീലിൽ ഉന്നയിച്ചിരുന്നത്. ഇന്ന് DGP ഇത് കോടതിയെ അറിയിക്കുകയും ചെയ്തു. കാരണം 300ഓളം വരുന്ന സംഘം ചേർന്നാണ് ഇത്തരത്തിൽ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത്. CMRL എക്സാലോജി കേസുമായി ബന്ധപ്പെട്ട റെയ്ഡിനിടെയാണ് ഇത്തരം അക്രമം ഉണ്ടായത്. ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ്. കാരണം 25 പ്രതികളെ ഇപ്പോൾ നിലവിൽ പ്രതി ചേർത്തിട്ടുണ്ട്. ഇവരുടെ മൊബൈൽ ഫോണുകൾ അടക്കം പരിശോധനയ്ക്ക് അയച്ചിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഈ 9-ാം പ്രതിക്ക് ജാമ്യം അനുവദിച്ചു. അതിനുശേഷം ഇതേ കോടതിയിൽ തന്നെ മറ്റ് പ്രതികൾ ജാമ്യാപേക്ഷയുമായി സമീപിക്കുന്നു. ഇത് ഈ കേസിൻ്റെ അന്വേഷണത്തെ അട്ടിമറിക്കാനുള്ള സാഹചര്യമുണ്ടാക്കും. പോലീസിൻ്റെ റിപ്പോർട്ടിന് വിരുദ്ധമായിട്ടാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയിൽ കാര്യങ്ങൾ ധരിപ്പിച്ചത്. കോടതിയിൽ കൃത്യമായ കാര്യങ്ങൾ ധരിപ്പിക്കുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ ഗൂഢാലോചനയിലേക്ക് വിരൽ ചൂണ്ടുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തുകയോ ചെയ്തില്ല. കോടതി ഇത് പരിഗണിച്ച് ഈ പ്രോസിക്യൂട്ടറുടെ വാദം പരിഗണിച്ച് കസ്റ്റഡിയിൽ ഈ പ്രതിയെ ആവശ്യമില്ല എന്ന് കണ്ടാണ് ജാമ്യം അനുവദിച്ചത്. ഇത് തെറ്റായ നടപടിയാണ് എന്നായിരുന്നു DGPയുടെ വാദം. സംഘടിത കുറ്റകൃത്യമായിരുന്നു എന്ന DGPയുടെ വാദത്തിന് കോടതി ഇത് സംഘടിത കുറ്റകൃത്യം എന്ന് എങ്ങനെയാണ് പറയാൻ സാധിക്കുക? 27 ദിവസം ഈ 9-ാം പ്രതി കസ്റ്റഡിയിൽ കഴിഞ്ഞു. പിന്നീട് ജാമ്യം അനുവദിക്കുന്നതിൽ എന്താണ് തെറ്റ്? ഈ 9-ാം പ്രതിക്ക് മാത്രമായി എന്ത് കുറ്റകൃത്യം അല്ലെങ്കിൽ എന്ത് വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്? അതോടൊപ്പം തന്നെ ആർക്കാണ് ഗുരുതരമായി ഇതിൽ പരിക്കേറ്റത്? ഈ പരിക്കേറ്റവരുടെ ചികിത്സാ രേഖകൾ എവിടെ? തുടങ്ങിയ കാര്യങ്ങൾ ഇന്ന് കോടതി ചോദിക്കുകയും ചെയ്തു. അതോടൊപ്പം ഈ പ്രോസിക്യൂട്ടറെ എതിർകക്ഷിയാക്കി സർക്കാർ അപ്പീൽ നൽകിയെങ്കിലും പ്രോസിക്യൂട്ടർക്ക് ഇന്ന് നോട്ടീസ് അയക്കാൻ കോടതി വിസമ്മതിച്ചു. ഈ 9-ാം പ്രതിക്ക് മാത്രമാണ് ഇന്ന് നോട്ടീസ് അയച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സർക്കാർ നൽകിയ അപ്പീലിൽ 9-ാം പ്രതിക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്. 9-ാം പ്രതിയുടെ വാദം കൂടി കേട്ടതിന് ശേഷം മാത്രമേ ഈ കേസിൽ ജാമ്യം റദ്ദാക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പറ്റൂ എന്ന് ജസ്റ്റിസ് CS ഡയസ് വ്യക്തമാക്കിയിട്ടുണ്ട്. 9-ാം പ്രതിയോട് ഇതുമായി ബന്ധപ്പെട്ട് എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇഡി ഉദ്യോഗസ്ഥന് ഈ പരിക്ക് പറ്റിയ ഇഡി ഉദ്യോഗസ്ഥരും ഹർജിയുമായി കോടതിയെ സമീപിച്ചിരുന്നു. ഇതിൽ സർക്കാരിനോടും ഈ പ്രതികളോടും ഇന്ന് കോടതി വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ 9-ാം പ്രതിക്ക് ജാമ്യം അനുവദിച്ചതിനെതിരെയാണ് ഈ ഇഡി ഉദ്യോഗസ്ഥരും കോടതിയെ സമീപിച്ചിരുന്നത്. ശരി, ഷബ്നയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.